എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷനുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷയിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 200 രൂപ കറക്ഷൻ ഫീസ് അടച്ച ശേഷം സ്പോട്ട് അഡ്മിഷന് വേണ്ട ഓപ്ഷനിൽ നിങ്ങൾക്ക് അത് എന്തെങ്കിലും ഓപ്ഷൻ പുതുതായിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്ത ഓപ്ഷനുകൾ നിർബന്ധമായിട്ടും റദ്ദ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിലവിൽ ഓപ്ഷൻ നൽകാത്ത കോളേജ് കോഴ്സിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അപേക്ഷയിൽ പ്രസ്തുത ഓപ്ഷനുകൾ അപേക്ഷയിൽ ചേർക്കേണ്ടതാണ്. വിവിധ കാരണങ്ങളാൽ അലോട്ട്മെൻറ്റിൽ നിന്നും പുറത്തായവർക്കും നിലവിൽ പ്രവേശനം ലഭിച്ചവർക്കും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും സ്പോട്ട് അഡ്മിഷനുള്ള അവസരമുണ്ട്. അത് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ കണ്ണൂർ സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സർക്കാർ അതുപോലെ തന്നെ അതായത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ വിവിധ പ്രോഗ്രാമുകളിലേക്ക് SC ST ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സ്പോട്ട് അഡ്മിഷന് വേണ്ടി ജൂലൈ 18, 19 തീയതികളായിട്ട് അതത് കോളേജുകളിൽ അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷിക്കാത്തവരാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് വഴി പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് വേക്കൻസി ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ഓപ്ഷൻ നൽകുക. അതുപോലെ തന്നെ ലോഗിൻ ചെയ്തുകൊണ്ട് ഓൾറെഡി അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ ഓപ്ഷൻ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള അതായത് സ്കൂളല്ല കോഴ്സുകൾ നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വ്യൂ വേക്കൻറ്റ് സീറ്റ്സ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് പ്രോഗ്രാംസിൻ്റെ വേക്കൻസിയാണ് വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത് അത് കറക്റ്റായിട്ട് വിദ്യാർത്ഥികൾ സെലക്ട് ചെയ്യുകയും അതിനുശേഷം വിദ്യാർത്ഥികൾ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോളേജിലും എത്ര വീതം വേക്കൻസീസാണ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ആക്ച്വൽ വേക്കൻസി എത്രയാണ്, അവിടെ എത്ര സീറ്റാണ് വേക്കൻസി ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 24 സീറ്റ് ഉണ്ട്, പക്ഷേങ്കിൽ 5 സീറ്റാണ് ജനറൽ കാറ്റഗറിയിൽ സീറ്റ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഓപ്ഷൻ നൽകുന്ന കോളേജുകളിൽ നിങ്ങൾ നേരിട്ട് നാളെ പോയിട്ട്, അതായത് നാളെ വൈകുന്നേരത്തിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ നേരിട്ട് പോവുകയും നേരിട്ട് പോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകിയ ശേഷം, അതായത് ഓൾറെഡി നിങ്ങൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കണം. അതിനുശേഷം ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ ഏതൊക്കെ കോളേജുകളാണ് ഓപ്ഷൻസ് ആയിട്ട് വെച്ചിട്ടുള്ളത് ആ ഒരു കോളേജിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നൽകി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതായത് ആ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നൽകുകയും നൽകിയ ശേഷം ആ ഒരു സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്യുകയും ചെയ്യണം. അതിനുശേഷം 23-ാം തീയതിയോടെ ഈ ഒരു കോളേജുകളിൽ നിന്ന് നിങ്ങളെ അവിടുത്തെ സീറ്റ് വേക്കൻസി പ്രകാരം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. നിങ്ങൾ അവിടെ വന്നിട്ട് അഡ്മിഷൻ എടുക്കുന്നുണ്ടോ അതത് എടുക്കാനായിട്ട് പറയും. അപ്പോൾ ഓൾറെഡി ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ TC വാങ്ങിക്കരുത്. നേരെ പോയിട്ട് ആ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി അവിടെ അഡ്മിഷൻ ഉറപ്പാണ് എന്നുള്ളത് കൺഫേം ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ മുൻ അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ നിന്നുള്ള അഡ്മിഷൻ നേടിയ ആ ഒരു കോളേജിൽ നിന്നുള്ള TC വാങ്ങിക്കാവൂ. കാരണം അഥവാ എന്തെങ്കിലും കാരണവശാൽ ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് സീറ്റ് തരാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ ആദ്യം അഡ്മിഷൻ ലഭിച്ച കോളേജിൽ നിന്നും TC വാങ്ങിയാൽ അവിടുത്തെ അഡ്മിഷൻ ക്യാൻസൽ ആവും, അതായത് അഡ്മിഷൻ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പോയിട്ട് TC വാങ്ങരുത്. TC വാങ്ങാതെ തന്നെ നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ ആ ഒരു സ്പോട്ട് അഡ്മിഷന് വിളിച്ച ആ ഒരു കോളേജിൽ പോയിട്ട് അവിടുത്തെ ആ ഒരു സീറ്റ് കൺഫേം ചെയ്ത ശേഷം മാത്രമാണ് ഈ ഒരു TC വാങ്ങിക്കാവൂ എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് പ്രസ് റിലീസിൽ നിങ്ങൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സഹിതം അതുപോലെ ഫീസും സഹിതം പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ നൽകിയ ശേഷം നിങ്ങൾ ഓപ്ഷൻ നൽകിയ കോളേജുകളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഫോം നൽകി അതായത് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നൽകിക്കൊണ്ട് ആ ഒരു സ്പോട്ട് അഡ്മിഷനിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.